താറാവ് കറിച്ചേക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സബോള ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണേൽ അരച്ച് തിരുമാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി സബോള വഴറ്റിയിട്ട് താറാവിൻ്റെ കഷ്ണമിട്ട് വേവിക്കാം. കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നു. ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ചെടുത്ത് ഇറച്ചിയുണ്ട്. ഇത് കഴുകിയെടുത്ത് വെക്കുന്നു. മുളകൊക്കെ വഴറ്റിയെടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്നിടത്ത് മുളകൊക്കെ അരച്ച് തിരുമുന്നു. കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് തിരുമ്മി വെക്കാം. ഇപ്പോൾ സബോള ഒക്കെ വേണം. ഇതിന് മുകളിൽ വരുമ്പോൾ താറാവിൻ്റെ ഇട്ട് ഒഴിക്കും. സബോളയൊക്കെ കുറച്ച് മുകളിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ഇടക്കിട മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ചൂടായി എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ച് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ മൂടി വെച്ച് വേവിക്കുന്നു. താറാവ് കറി മൂടി വെച്ച് വയ്ക്കും. അരമണിക്കൂർ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഈ അരമുറി തേങ്ങ ഒന്ന് അരച്ച് മിക്സിയിൽ അടിച്ചിട്ട് പാലെടുത്ത് വെച്ചു. തേങ്ങാപ്പാലെടുത്ത് വെച്ചു. 1 പാൽ മാത്രമേ എടുത്തുള്ളൂ. താറാവ് കറി കൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. വെന്തോന്ന് നോക്കണം, ഉപ്പ് നോക്കണം. ഉപ്പുണ്ട്. ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാലൊഴിക്കും. കുരുമുളക് ചേർക്കണം. ഇപ്പോൾ കുരുമുളക് ഇട്ടാണ് ലാസ്റ്റ് കുറച്ച് മുളക് ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് കുറുകി പറഞ്ഞു വരുമ്പോൾ തീയെടുത്ത് തക്കാളി കറി റെഡിയാക്കി. ഇത് ബ്രെഡിന് കൂട്ടാനുള്ള പിടിയുണ്ട്. പിടിക്കും ബ്രെഡിന് കൂട്ടാനുള്ള കറി. താറാവ് കറി ഉപ്പ് കുറവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഉപ്പ് ഇട്ടിളക്കുന്നു. അങ്ങനെ താറാവ് കറി റെഡിയായിട്ടുണ്ട്. തീയൊക്കെ എടുത്തു. തീ കെടുത്തി എണ്ണയിൽ 2 ഉള്ളി കറിവേപ്പില മൂപ്പിച്ചിടുന്നു. കറി ചേർത്ത് ഉള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എണ്ണയൊക്കെ ഇതിൽ തെളിഞ്ഞ് കിടക്കുന്നു. ഈ ഉള്ളി മൂത്തത് ഇനി താറാവ് കറിയിലേക്ക് ഇളക്കുന്നു.